സുഹൃത്തുക്കളെ, ഞാനിന്ന് നടവരുമ്പോൾ കല്ലംകുന്നി കൂടെ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ട്. അതെന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ വിശദമായിട്ടുള്ള രൂപങ്ങളുണ്ട് വീഡിയോ മുഴുവനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സൈക്കിൾ ചവിട്ടി കറങ്ങുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു സൈക്കിൾ കയറ്റണമെന്ന്. നമ്മുടെ നടവരുമ്പോൾ കല്ലംകുന്നിൽ ഇവർ വന്നിട്ട് 2-3 ദിവസമായി. ഞാനൊരു സൈക്കിൾ കയറ്റം കണ്ടിട്ട് വർഷങ്ങളായിട്ടാണ്. പണ്ട് കരുവപ്പെടുന്ന തറവാടിൻ്റെ അടുത്ത് മുസാഫിരിക്കുന്നിലാണ് ഇത് അവസാനമായിട്ട് കണ്ടത്. പിന്നെ കാണുന്നത് ഇപ്പോഴും അപ്പോഴും ഒരു കൗതുകം തന്നെ ഉണ്ട് ഇത് കാണുമ്പോൾ. ഡാൻസൊക്കെ അടിപൊളി ഉണ്ടാ. ഈ മഞ്ഞത്ത് അവർ നല്ല ഉഷാറോടി കളിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇതിൻ്റെ മെയിൻ ആളിൽ നിന്ന് സൈക്കിൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ കൂടുതലൊന്നും കാഴ്ചവെക്കുന്നത്. കുട്ടികൾ ഇങ്ങനെ അടിയെടുത്തിട്ടുള്ള അഭ്യാസം കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടാ. കാരണം ആൾക്കൊന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ സംഭവിക്കാന്ന് ഓർത്തപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ച്. ഈ കുട്ടികളൊക്കെ അവിടെ ചുറ്റുപാടുള്ളതൊന്നും തോന്നണട്ടാ. കാരണം അവർ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു ചേർത്തിയാണ്. വന്നപ്പം 5-6 കുട്ടികളുണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത 3 താഴേക്ക് എടുത്തിയത്. ഈ അഭ്യാസ പ്രകടനം എത്രയും പെട്ടെന്ന് തീരണമെന്നാണ് പ്രാർത്ഥന. കാരണം കുട്ടികൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും ടെൻഷൻ ഞങ്ങൾക്കാണെങ്കിലൊക്കെയാണ്. സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന ആൾക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. ബട്ട് നമുക്കതില്ല. കഴിയും വരെ പ്രാർത്ഥന തന്നെയായിരുന്നു. ഇവരിത് 7-8 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരിപാടി തുടങ്ങിയേക്കണത്. ഇവർ മലയാളം പറയണത് കറക്റ്റ് അല്ല. ചെറിയ കന്നഡയും തമിഴൊക്കെ കലർന്നിട്ടൊക്കെ ഇവർ മലയാളം പറയണത് കേട്ടാ. അങ്ങനെ ഞങ്ങൾ കാണികളുടെ പ്രാർത്ഥനകളുമായിട്ട് ആ പരിപാടി വേഗം അവസാനിപ്പിച്ച് പിള്ളേരൊക്കെ പതുക്കെ അനുപ്പിച്ച് വിട്ടിട്ടാ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ കൺപീലി കൊണ്ട് സൂചി എടുത്തിട്ട് നടക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള അഭ്യാസമൊക്കെ എടുത്ത് കാണിക്കും പറ്റാള്. കൺപോളകൾ ഇറക്കിയാള് സൂചി എടുത്തിട്ടുള്ള സൈക്കിളുമുള്ള അഭ്യാസങ്ങൾ കേട്ടാ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ആളുടെ കണ്ണ് പോകും. ആ സൂചിയും വെച്ചാൽ ആൾ ചുറ്റും കിടന്ന് കറങ്ങണത്. അങ്ങനെ 2-3 കറക്കൊക്കെ കറങ്ങി സൂചിയൊക്കെ എടുത്ത് മാറ്റി പിള്ളേരൊക്കെ കൂട്ടി ആളടുത്ത അഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പിനുണ്ടാ. പിള്ളേരായിട്ടുള്ള അഭ്യാസം കാണുമ്പോൾ വല്ലാത്ത വിഷമം തന്നെയാണ്. പിള്ളേരെ 2 വട്ടം കറക്കി സേഫാക്കി ലാൻഡ് ചെയ്തിട്ടാ. എന്നിട്ട് ആളടുത്ത അഭ്യാസത്തിൽ ആൾ തീ വെച്ചിട്ട കളി. തീ വെച്ചുള്ള കളി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി കളിച്ചത് ജീവൻ വെച്ചിട്ടുള്ള തീക്കളിയാണ്.
ഒരു പയ്യനെ മുഖമൊക്കെ തുണി വെച്ച് മൂടിയിട്ട് ആ കുഴിയിലേക്ക് ഇരുത്തും. എന്നിട്ട് ആ കുഴിയുടെ മുകളിൽ പലക വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണ് വെട്ടിയിടും കേട്ടോ. ഒരു 1/4 മണിക്കൂറെങ്കിലും ആ പയ്യൻ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കളക്ഷൻ ഉണ്ടോ? നാട്ടിലെ ആൾക്കാർ, എല്ലാ നാട്ടിലെ ആൾക്കാരും നിങ്ങൾ പേര് പറഞ്ഞിട്ട് ഉള്ളോട്ട് പോയിട്ട് ഈ പരിപാടിക്ക് നിങ്ങൾ സഹായിക്കണം. പിന്നെ സംഭാവന പൈസ കൊടുക്കുന്ന ആൾ പേര് അതിലേക്ക് ആരെങ്കിലും ഒരാൾ എഡ്യൂക്കേഷൻ ആൾക്കാർ, ലേഡീസ് ജെൻസ് ആരെങ്കിലും ഒരാൾ ഉള്ളോട്ട് കടന്നു പറഞ്ഞു. ആരെങ്കിലും നാട്ടിലത്തെ ആൾക്കാർ, ഹലോ എഡ്യൂക്കേഷൻ ആൾക്കാർ, ആരെങ്കിലും ഒരാൾ നമ്മളെ പരിപാടി കണ്ടിട്ട് സംഭാവന പൈസ കൊടുക്കുന്ന ആൾ പേര് അതിലേക്ക് ആരെങ്കിലും നാട്ടിലെ ആൾക്കാർ ഉള്ളോട്ട് കടന്നു പറഞ്ഞു. എഡ്യൂക്കേഷൻ ആൾക്കാർ ചെറുപ്പിട്ട് വായിട്ട് കുഴപ്പമില്ല, വായിട്ട് ചേർത്തു ഇവരുടെ സംഭാവനകളൊക്കെ എഴുതാനായിട്ട് കൂട്ടത്തിൽ നിന്നൊരാൾ ഇവർക്ക് വേണമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ അവിടെ എത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ നമ്മുടെ പയ്യൻ ആ മണ്ണിൻ്റെ അടി തന്നെ ഉണ്ടാ. സംഭാവനകൾ കൂമ്പാരമാക്കുമ്പോൾ പരിപാടികൾ ഗംഭീരമാവുന്നു. പണ്ട് വിഷ്ണുലോകത്തിൽ ജഗദീഷ് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ സംഭാവനകളൊക്കെ ആയിട്ട് എത്തി തുടങ്ങിയിട്ടാ. 20 രൂപ മുതൽ 1000 രൂപ വരെ സംഭാവനകൾ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന ആളുടെ പേരും കൊടുക്കുന്ന സംഖ്യയും അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ഇതിനിടയിലും ആ കുഴിച്ചിട്ട പയ്യനെ പുറത്തെടുക്കാൻ അവിടെ കണ്ടു നിന്ന ചിലരൊക്കെ ബഹളം വെച്ച് തുടങ്ങി. പക്ഷെ അവർ പറയണത് ഞങ്ങൾ എക്സ്പീരിയൻസ് ആണ്, കുറേ നാളായി ഇത് ചെയ്യണത്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ മൺവെട്ടി ഉപയോഗിച്ച് കുഴി മാന്തി തുടങ്ങിയിട്ടാ. ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവനക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇരുപത് മിനിറ്റ് നേരം കുഴിയിലിരുന്ന് എൻ്റെ ക്ഷീണം അവൻ്റെ മുഖത്തും അവൻ്റെ നടത്തത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായി. പിന്നീടുള്ള സംഭാവന പിരിക്കലൊക്കെ ആളായിരുന്നു. ഒരു കൊടയായിട്ട് ആൾ കാണികളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി സംഭാവനകളൊക്കെ പിരിച്ച് കൊടുത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.